ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. S&T ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 2.2 ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ചാനൽ 100+100 വാട്ട്സും സബ് വൂഫർ ഒരു 200 വാട്ട്സും വരുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് G-Starൻ്റെ റിമോട്ട് കിറ്റ് വെച്ച് ചെയ്ത ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറും ഒരു പവർ സപ്ലൈ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഈ കാണുന്ന ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യമേ പറഞ്ഞു 2.2 ആണ്. 2.2 ആയതുകൊണ്ട് തന്നെ നമ്മൾ മോസ്ഫെറ്റിൻ്റെ 2 ബോർഡാണ് നമ്മൾ ഇവിടെ സബിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. IRFൻ്റെ ബോർഡാണ്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 ചാനൽ 100+100 വാട്ട്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 52001943 കോമ്പിനേഷനിലുള്ള സ്റ്റീരിയോ ബോർഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ചാണ് നമ്മുടെ റിമോട്ട് കിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജ് നമ്മൾ എടുത്തിരിക്കുന്നത്. G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ആ ബക്ക് കൺവെർട്ടർ വഴിയും, പിന്നെ 12012 സപ്ലൈ ആണ് നമ്മളുടെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പവർ ട്രിക്കിൻ്റെ ബോർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു കൂളിംഗ് കിട്ടണം, കാരണം ഇത്രയും പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡുകളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് വേണം. അതിനുവേണ്ടി നമ്മൾ ഒരു കൂളിംഗ് ഫാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ, ടോട്ടലായിട്ട് 2 കൂളിംഗ് ഫാൻ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ VU മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. VU മീറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എക്സ്ട്രീം ഓഡിയോസിൻ്റെ ബോക്സ് ടൈപ്പ് VU മീറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ബക്ക് കൺവെർട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ഫാനിനും ലൈറ്റിനും വേണ്ടി സെപ്പറേറ്റ് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. അപ്പം ഫാനിനും ലൈറ്റിനും വേണ്ടി നമ്മൾ ഒരു ബക്ക് കൺവെർട്ടർ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അക്രിലിക് പാനലിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളുടെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ ബാക്കിൽ തന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ചാനൽ വാട്ട്സ്, സബിൻ്റെ വാട്ട്സ്, പിന്നെ 2.1 റിമോട്ട് കിറ്റ്, പിന്നെ ഫ്യൂസിൻ്റെ എത്ര ആംബിയർ ആണ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ബാക്ക് പാനലാണ് നമ്മൾ അക്രിലിക് ഷീറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഫാനിൻ്റെ ഒരു ഗ്രില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ കിറ്റിൻ്റെ പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് 2 പ്രീ ഔട്ട്, സ്റ്റീരിയോ പ്രീ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സബിൻ്റെ പ്രീ ഔട്ടും ആൻറ്റിന, FM ആൻറ്റിനയുടെ പ്രീ ഔട്ടും നമ്മളെല്ലാം RCA സോക്കറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഓക്സ് ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട്. പിന്നെ HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഇതൊക്കെയാണ് നമ്മുടെ ഈ 2.1 ആംപ്ലിഫയറിൽ വരുന്നത്. പിന്നെ നമ്മളിവിടെ ബനാന സോക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ബനാന സോക്കറ്റ് നമ്മൾ നല്ലൊരു കളർഫുള്ളായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിനും സബിനും സബ് 1, സബ് 2 അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൽ വിത്ത് കരോക്കയും കൂടെ വരുന്നുണ്ട്. അതായത് 2 മൈക്ക് നമുക്ക് ഓപ്ഷൻ ഉണ്ട്, 2 മൈക്ക് കുത്താം. അതേപോലെ തന്നെ മൈക്കിൻ്റെ വോളിയവും എക്കോയും ഒക്കെ ഇതിൽ സെപ്പറേറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മാസ്റ്റർ കൺട്രോളും അതുതന്നെ സബിനും സബ് 1, സബ് 2 അങ്ങനെ 2 കൺട്രോളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലായിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് സെലക്ഷൻ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഒരു USB പോർട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.